ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്കാനിങ് ഉള്ളൊരു ദിവസമാണ്. അന്ന് നമ്മൾ അനോമലി സ്കാനിങ്ങിന് പോയപ്പോൾ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടാമതൊരു ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിങ്ങനെ കുത്തിയിരിക്കുന്നത് കാരണം കുഞ്ഞ് കറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് കറങ്ങി വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നെയും കുഞ്ഞിൻ്റെ കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞാണ് അവർ ഡേറ്റ് ഇട്ട് തന്നിരുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായി കേട്ടോ നമുക്ക് ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മളിന്ന് രാവിലെ അങ്ങോട്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ. ഷുഗർ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ അങ്ങ് ചെന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് സ്കാനിങ്ങിന് കയറാമല്ലോ എന്നും പറഞ്ഞിട്ടാണ്. 9 മണിക്കായിരുന്നു നമുക്ക് സ്കാനിങ്ങിൻ്റെ ഉള്ള സമയം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പിന്നെ ടോക്കൺ എടുത്ത് കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഓരോ ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടാണല്ലോ ബ്ലഡ് എടുക്കാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡൊക്കെ എടുത്തു. പിന്നെ സ്കാനിങ്ങിന് വേണ്ടുന്ന ടോക്കണും കൂടെ എടുത്തതിന് ശേഷം അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അടച്ചക്കിട്ടേക്കാണ്, ആരും വന്നിട്ടേ ഒന്നും ഇല്ല. 8 മണിയൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴും എനിക്ക് വീണ്ടും പോസ്റ്റായിരുന്നു. കുഞ്ഞിൻ്റെ ഫുഡ് വന്നു, എൻ്റെ വന്നതേ ഇല്ല. എനിക്ക് അവർ അപ്പം ചുട്ടൊക്കെ എടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്കങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടോടെ നല്ല അപ്പവും മുട്ടക്കറിയും വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിലെന്താ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞനാണെങ്കിൽ ഇടിയപ്പമായിരുന്നു. പക്ഷേ എനിക്ക് ഇടിയപ്പത്തിനോട് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതേ ഇല്ല ഇപ്പോൾ കേട്ടോ. ഒന്നും പറഞ്ഞാൽ കഴിക്കത്തില്ല എന്നല്ല, കഴിക്കും. പക്ഷെ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് അത്രയും ഇഷ്ടമൊന്നും അല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം കുഞ്ഞൻ പറഞ്ഞു ഒരു കോഫി കുടിക്കാമെന്ന്. കോഫി മേടിച്ചിട്ട് എനിക്ക് ചായ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കോഫി കൊതി കൊണ്ട് ഞാൻ ഇത്തിരി ഒന്ന് കുടിച്ചു. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് ഒന്ന് നാവിൽ വെച്ചതേ ഉള്ളൂ. അതേപോലെ ഞാൻ തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് സ്കാനിങ്ങിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പോയ സമയത്ത് 8ൻ്റെ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് ഒരു 3/4 മണിക്കൂർ അവിടെ നിന്നു. ഒരെണ്ണത്തിൽ കയറിയപ്പോൾ ടോയ്ലറ്റിൽ കയറിയപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. ക്ലീനിങ്ങിൻ്റെ സമയമൊക്കെ ആവുന്നതല്ലേ ഉള്ളൂ. ഒരെണ്ണത്തിൽ കയറിയപ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ കുളിക്കുകയാണ്. ആ ചേച്ചി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുവരെ അവിടെ നിന്നു. ഞാൻ സ്റ്റെപ്പ് കയറി മേളിൽ പോയത് കാരണം പിന്നെയും ഇറങ്ങി പിന്നെയും വന്നിട്ട് പിന്നെയും പോകണമല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഒറ്റ നിപ്പായിരുന്നു. നിന്നിട്ട് പിന്നെ തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കാലിലും മസിലേറി പിടിച്ചിട്ട് അതിൻ്റെ വേദന അതിനേക്കാളും. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് തടവിയൊക്കെ തന്നു കേട്ടോ കുഞ്ഞൻ. അതിന് ശേഷമാണ് എന്നോട് പറയുന്നത് നിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അകത്ത് അവർ കയറാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ എന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ അങ്ങ് കയറ്റി കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ പോയി പോസ്റ്റായിരുന്നു. കുറേ നേരം നിന്ന് എപ്പോഴേക്കോ ആണ്ടാണ് വിളിച്ച് കഴിഞ്ഞിട്ട് കയറിയപ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇന്ന് തിരിഞ്ഞ് കിടക്കുകയാണ്. നേരത്തെ കുത്തിയിരിക്കുകയായിരുന്നല്ലോ, മുഖം കാണിക്കത്തില്ല എന്ന് ഒരേ ഒരു നിർബന്ധമാണെന്ന് തോന്നുന്നു. ഇന്നും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് നോക്കാം, റെസ്റ്റൊക്കെ ആയതുകൊണ്ട് നടക്കുകയൊന്നും വേണ്ട, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വീണ്ടും വിളിച്ചിട്ട് കയറിയ സ്പീഡിൽ തന്നെ ഞാൻ ഇറങ്ങി വന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തിരിഞ്ഞ് തന്നെ കിടക്കുക, കുഞ്ഞ് തിരിഞ്ഞ് വരുന്നില്ല, അതുകൊണ്ട് പോയി ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നാൽ മതി, എന്നിട്ട് കുറച്ച് നേരം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കിടന്നതിന് ശേഷം നോക്കാം, അന്നേരം കുഞ്ഞ് ചിലപ്പോൾ തിരിഞ്ഞ് വരും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ പോയി. 12 മണിയൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. മധുരമില്ലാത്തതുകൊണ്ട് നല്ലൊരു പുളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഷുഗർ ഇല്ലാതെയാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് മേടിച്ചത് തന്നെ. കുറച്ച് കുടിച്ചിട്ട് കുറച്ച് കുഞ്ഞിന് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് വന്നിട്ട് ഞാൻ ഒരു 2 മണിക്കൂറിനകത്ത് അതിൽ തന്നെ കിടന്നു. ചെന്നപ്പോഴേ കയറിയിട്ട് അവർ കിടത്തി കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ ഒരു സൈഡ് തന്നെ തിരിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് പിന്നെ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞിനെ കണ്ടു. കുഞ്ഞ് തിരിഞ്ഞ് വന്നു, മുഖമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ കിടന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, മുടിയൊക്കെ ആകെ കോലമായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കൂടെ കയറി കണ്ടായിരുന്നു. അന്നേരം അവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെയും കൂടെ കയറി കണ്ടിട്ടാട്ടോ ഇറങ്ങിയത്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം. ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ 2-3 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കുഞ്ഞു മോനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു കടയിൽ കയറി. അതേ തൊട്ട് ഇപ്പുറത്തെ ഒരു കട
കടയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി 1-2 സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. ആ ഒരു സാധനമാണ് ഈ കയ്യിലിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.